നമ്മൾ ക്യാരറ്റിൻ്റെ ലീഫ് കൊണ്ടിട്ട് ഒരു തോരൻ വയ്ക്കാൻ പോവുകയാണേ. അത് നമ്മുടെ ഒരു സുഹൃത്ത് ഗൂഡല്ലൂർ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീട്രൂട്ടും കൊണ്ട് തന്നു. 2 ലീഫുണ്ട്. അപ്പോൾ ബീട്രൂട്ട് അടുത്ത ദിവസം വയ്ക്കാം. കുറച്ച് ദിവസമായി കൊണ്ട് തന്നിട്ട് 2-3 ദിവസമായി. വാടി തുടങ്ങിയ ചീത്തയിലേക്ക് കളഞ്ഞ് നല്ലത് ഞാൻ അരിഞ്ഞു വെച്ച് ഒരു 2 ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് തോരൻ വയ്ക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പി വയ്ക്കാം. ചട്ടിയിലെ വെള്ളം ഒന്ന് പറ്റട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് 4 വറ്റൽമുളക് അത് 2ആയിട്ട് കീറി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ലേശം കറി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുക്കാം. സവാള ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ക്യാരറ്റാണ്, അത് ഇട്ട് കൊടുക്കാം. ഈ മേളത്തെ സംഭവം ചീത്തയായി പോയി. അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം കെട്ടി വെച്ചേക്കുവാണ് കൈ കൊള്ളാതിരിക്കാൻ. നമുക്ക് ഇച്ചിരി നേരം അടച്ച് വയ്ക്കാം. ഒന്ന് ചെറിയ തീയിലൊന്ന് ആവിയിൽ വേവട്ടെ. ഓക്കെ, മാറ്റാം. ക്യാരറ്റ് അത് ഇതൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ലീഫ് നമുക്കിത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വയ്ക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നറിയാം. നമുക്ക് പിന്നെ ഇച്ചിരി നേരം ഒന്ന് ചെറിയ തീയിൽ അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് ഇടാനുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങ, ഒരിച്ചിരി തേങ്ങ മതി. തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് 2 പച്ചമുളക് 2 വെളുത്തുള്ളി, മൂന്നാല് ചുവന്നുള്ളി. എല്ലാം ഞാൻ കഴുകി വെച്ചിരുന്നതാണ്. ലേശം മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകം. അപ്പം ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് ഇത് നമുക്കിതിനെ ഒന്ന് വെറുതെ ചതച്ചെടുക്കാം. ഒത്തിരി അരയണ്ട, നൈസായിട്ട് ചതച്ചെടുക്കുക. തോരൻ്റെ കൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്തോരം വേണമെന്നറിയില്ല, നോക്കാം നമുക്ക്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ മസാലയുടെ മണം ഒന്ന് പോകണം.
നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. എനിക്കതിനകത്ത് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റും ഉണ്ട്, ഒരു മുരിങ്ങയിലയുടെ ടേസ്റ്റും ഉണ്ട് ക്യാരറ്റിൻ്റെ ഇലയ്ക്ക്. സംഭവം കൊള്ളാം എന്തായാലും. അപ്പം ഞങ്ങൾ ക്യാരറ്റ് തോരനും കൂട്ടി ചോറ് വയ്ക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.